ഇത് താഴെ വില്ല് കിടപ്പുണ്ടോ? താഴെ വില്ല് കിടപ്പുണ്ട്. ഇത് ഇത് അങ്ങനെ വരിക്കില്ല വലിച്ചാൽ പോവും. ഇതുണ്ട് ഇങ്ങനെ പൊതിയുക, കണ്ണിയോടക്കല്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് സംഭവം ഊരിപ്പോയി. അതാ മുഴുത്ത് പോയത്. കരിമീനെ കാണിച്ചു. ഹായ്, നമ്മളിന്നേ ആറ്റിൽ നിന്ന് വല കെട്ടി നോക്കാനായിട്ട് പോകണേ. നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് മീൻ കിട്ടിയിരുന്നു കേട്ടോ. ഇവിടെ ഈ കോരിലും ആരകനും പിന്നെ കരിമീൻ അങ്ങനെയുള്ള ഇഷ്ടംപോലെ മീനുണ്ട്. വാളയൊക്കെ ഉണ്ട് ഇവിടെ, ചൊട്ടാവളയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കെട്ടി നോക്കാം. ഇതാ അങ്ങനെ നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല സൈസ് കൂരിലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ വെള്ളം ഇല്ല കാര്യമായിട്ട് വെള്ളമില്ലേ, മുട്ടപ്പം വെള്ളമൊക്കെ ഉള്ളൂ. ഇറങ്ങി നമുക്ക് വല കെട്ടാൻ പറ്റും കേട്ടോ. കുറച്ച് വലയുള്ളേ, നമ്മൾ ഓൺലൈനിൽ മേടിച്ചാൽ ഒന്നും മേടിച്ചോലില്ലേ ആ വല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കെട്ടി നോക്കാം. ഇച്ചിരി നേരത്തെ കെട്ടണ്ടായിരുന്നു, സന്ധ്യയൊക്കെ ആകുമ്പോൾ കെട്ടണ്ടായിരുന്നു. അന്നേരം മീൻ കൂടുതലായിട്ട് പിടിക്കത്തുള്ളേ. മീൻ ഓടുന്ന സമയത്ത് സന്ധ്യക്കല്ലേ. ഇതുണ്ട്, ഇതുപോലെ നടന്ന് കെട്ടാൻ പറ്റും കേട്ടോ. ഒരാൾ ഇവിടെ നിന്ന് അഴിച്ചു വിട്ടാൽ മതിയേ. പിന്നെ നോക്കിയെടുത്തില്ലെങ്കിൽ വല പെട്ടെന്ന് ഉടക്കുവേ. ഈ മൺകട്ടയുടെ വെയിറ്റ് ആയതുകൊണ്ടേ അതും കുഴപ്പമില്ല, നല്ലതായിട്ട് മീൻ പിടിക്കും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല മീൻ പിടിക്കുന്ന വലയാണ്. ഇല്ല, അവിടെ കല്ലിൻ്റെ ആവശ്യമില്ല, ചുമ്മാട്ടാ മതി. ഈ വലയുടെ കണ്ണുവരപ്പം വരുന്നത് 2 വിരലാണ്. 2 വിരലും 50 അടിയാണ് കേട്ടോ അതിൻ്റെ നീളം വരുന്നത്. അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അടി മുട്ടി കിടന്നോളും വല. പൊങ്ങുണ്ടെങ്കിലും അടി മുട്ടി കിടന്നിട്ട് ലെവൽ നിൽക്കും വെള്ളത്തിൻ്റെ. അതുകൊണ്ടാണ് അടി കൂടെ പോകുന്ന മീൻ മൊത്തം കയറി പിടിച്ചോളും. പിന്നെ ഇതുപോലെ തന്നെ 1 വിരലിൻ്റെ വരണ്ട കേട്ടോ. അതിന് ചെറിയ മീനൊക്കെ പിടിക്കത്തുള്ളൂ, ചെറിയ പൊടിമീനൊക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ ആരാൻ പിടിക്കും കേട്ടോ. ആരാൻ്റെ തല ചെറുതായോണ്ടേ അവിടേക്ക് പിടിച്ചോളും. ഇതാ നമ്മൾ വലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടണ്ട കേട്ടോ, ലൂസിട്ടാണ് കെട്ടണ്ടേ. ലൂസിട്ട് കെട്ടിങ്ങനെ മീൻ കുറേയൊക്കെ പൊതിഞ്ഞങ്ങ് കയറി പിടിക്കത്തുള്ളൂ. ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ മീൻ ചെയ്ത് മുട്ടിട്ട് ഓടി പോകത്തുള്ളൂ. നമ്മൾ ചെറിയ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി, ഉടക്കി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഉള്ള മീൻ എല്ലാം കയറി പിടിച്ചോളും അങ്ങോട്ട് പൊതിഞ്ഞ്. കാണത്തില്ല അങ്ങനെ, അതെല്ലാം മീനല്ലേ പൊങ്ങാത്തുന്നേ. മീനെ കാണാൻ പാടാ, പക്ഷേ പൊങ്ങ് കാത്തുന്നുണ്ട്. അതാ നമ്മൾ വല കെട്ടിട്ട് കുറച്ച് നേരം ആയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ മീൻ കയറി പിടിച്ചിട്ടുണ്ടേ. ഇതുകൊണ്ട് ഇവിടെ ഒരു കൂരിലുടപ്പുണ്ടേ. കൂരിൽ വല പൊട്ടുള്ള സൈസ് കൂരില്ല കേട്ടോ അവിടെ ഉള്ളത്. മറ്റേ സാധാ കൂരിലില്ലേ, അതുണ്ടോ. ഇവിടെ കൂരിലുണ്ടല്ലോ, അത് പോടാ. ഇല്ല, അത് ഒരെണ്ണം പോടാ. മുഴുത്തോറണ്ട, അത് പോയി. ഉടക്കില്ലായിരുന്നു, മുഴുത്തു പോയില്ലായിരുന്നു. അത്യാവശ്യം ഉണ്ട് കേട്ടോ, ചൊവ്വാലേ കൂടുതൽ. ഇത് നോക്കി, മുഴുത്തൊരു ചൊട്ടാവളയാണേ. ഇതാണ് നമ്മൾക്ക് ഒരു വലന്ന് കിട്ടിയ മീനാണ് കേട്ടോ. ഇത്രയും ഒരു ചെറിയ കഷ്ണം വലന്ന് കിട്ടിയ മീനാണ്. ഈ വലയ്ക്കാണ്ട് 150 രൂപ കൊടുത്ത് മേടിച്ചാണേ, ഒറ്റ വലയ്ക്ക്. ഇനി നമുക്ക് ബാക്കി വരാണ്ടോ നോക്കാനുണ്ടേ. അപ്പഴാ അവിടെ ഞാൻ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ അവിടെ വലിഞ്ഞു വേണം ഇങ്ങോട്ടെ. മീനുണ്ടോ? നിറച്ച് മീനാണോ? അതാ പറഞ്ഞത്, നമ്മളവിടെ ഓരോ സൈഡ് കെട്ടിയില്ലായിരുന്നല്ലോ. ആണോ? എവിടെ നിന്ന് വലിക്കാം. അതിനിവിടെ പൊതിഞ്ഞം കുടിച്ചോ. ചിലപ്പോൾ അടിച്ച് പൊത്തിയും കുടിച്ചോ. എന്നിട്ട് കൊണ്ടുവന്നാൽ വേണ്ട. പൊത്തി പിടിച്ചിട്ടേ അതിങ്ങോട്ട് ഞാൻ വിളിച്ചാൽ ഇവിടുന്ന്. ഇവിടുത്താണോ? അവിടെ ഉടക്കിടാ, ഇങ്ങോട്ട് നീ ആ വലയായിട്ട് ഇങ്ങോട്ട് പോര്. ഇവിടെ ഉടക്കുണ്ട്, ഇവിടെ ആ കുറ്റിയൊക്കെ ഉടക്കി. മീനും ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ ഇറങ്ങാൻ നോക്കാം.
ആ കുറ്റിയല്ലോ അതിൻ്റെ അടിയെല്ലാം കൂടുതലെടുപ്പം കൂലോടൊപ്പുണ്ട്. അതും മുഴുത്തോല്ല അതുപോലെ മുഴുത്തുമില്ല. ഇതോട്ടെ നമുക്ക് ചെറിയ കഷ്ണം വരെ നിറച്ച് മീനാണ്. അവിടെ നിന്ന് പോയത് വലിയ ഊരിലായിരുന്നു. അല്ല ഉടക്കല്ലേ, ഉടക്കാത്തോണ്ടാണ് പിടിച്ചത്. വലിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കത്തില്ല. 9 സൈസ് ഊരിലാണ് എൻ്റെ തന്നെ കൂരലെന്ന് പറഞ്ഞാൽ. നീ മൊത്തം ഇതിനകത്താണ്. ഒരു വല്ല താഴെ അടിച്ചാൽ അവിടെ. ആ മറ്റേ വല്ല നമ്മൾ കിട്ടിയില്ലല്ലോ, അത് കിട്ടിയെങ്കിൽ ഇപ്പം മീനിൻ്റെ കളിയായിരുന്നു. ഇത് താഴെ വലിയ പറഞ്ഞോ, താഴെ വലിയ പറഞ്ഞ നടക്കുന്നുണ്ട്. ഇത് ഇത് അങ്ങനെ വരിക്കില്ല വലിച്ചാൽ പോവും. അത് തന്നെ ഇത് ആ സൈസ് തന്നെയാണ്. ഇപ്പോൾ സെറ്റ് രണ്ട് സെയിമാ. ഇത് വയ്യ വേറെ 150 രൂപയുടെ വിലയാ. അതുകൊണ്ട് വല നിറയെ മീൻ കയറിയിട്ട് പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കേട്ടോ. ഇത് വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ വലിയ കൂരലാണ് ഇതൊക്കെ. ഇനി വല നമുക്ക് നോക്കാനുണ്ടോ കേട്ടോ. ആ ഒരു 1/2 കിലോ വെച്ചോണ്ടല്ലേ ഒറ്റ കൂരലാണ്. കണ്ടോ ഓരോന്നിൻ്റെ വലിപ്പം കണ്ടോ. അപ്പോൾ നമുക്ക് ഈ വലയിൽ മീനെ അങ്ങ് ഊരെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും താഴെ കിട്ടിയിരിക്കുന്ന വലയിലെ കുറച്ചുകൂടെ മീൻ പിടിച്ചോളൂ. ഇതെല്ലാം പൊതിഞ്ഞ് പിടിക്കുന്നതാണ്. ഇതുണ്ടല്ലേ പൊതിഞ്ഞ് പിടിക്കുന്നതുകൊണ്ടേ ഇതുണ്ടോ ഇങ്ങനെ ചുമ്മാ സിമ്പിളായിട്ട് ഊരെടുക്കാം സംഭവം. ഇതുണ്ട് ഇങ്ങനെ പൊതിയുക, കണ്ണിയോടൊക്കല്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് സംഭവം ഊരിപ്പോയി. അതാ മുഴുത്ത് പോയത്. നമ്മളാ വല ലൂസ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. നല്ല പിടിക്കത്തില്ലേ ഇതുപോലെ ലൂസ് ഇട്ടിങ്ങനെ ഇങ്ങനെ പിടിക്കത്തുള്ളൂ. പക്ഷേ ഇത് വല ഒരുപാട് അടുത്ത് വരുമോ? അടുത്ത് വരുവാ മീൻ പിടിക്കുന്നതനുസരിച്ച് അടുത്തോണ്ടിരിക്കും. താഴുമ്പോഴേ ഏരിയ കുറയല്ലേ. ആ ഏരിയ കുറയും, പക്ഷെ മീൻ പിടിക്കും. ചൊവ്വലയൊക്കെ ഉണ്ടോ, നല്ല മാക്സിമം സൈസുള്ള ചൊവ്വല പിടിക്കത്തുള്ളൂ ഇതിനൊക്കെ. ഇത് നല്ല സൈസാണല്ലോ. ചൊവ്വലല്ലേ, ചൊവ്വലാണ് കുറുവയാണോ അല്ലേ? ചൊവ്വലയാ. പൊതിച്ചിട്ടില്ല, തല മാത്രം എടുക്കിട്ടുള്ളൂ. പെട്ടെന്ന് ഊരി പോരും. മറ്റേ കോല് വലുതായിരുന്നു ഇവിടുന്ന് പോയത്. അടി കിടന്ന് അതറിഞ്ഞ മല വലിച്ചപ്പോൾ തന്നെ നമ്മൾ ഊരിപ്പോയി. ഇങ്ങനെയുള്ള നമ്മൾ പൊത്തിയും പിടിക്കുകയുള്ളൂ. മല വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പോകും. അതിനുണ്ട്. ഇതുണ്ട് ഇതാട്ടെ മഞ്ഞമത്തി എന്നൊക്കെ പറയുന്ന സാധനം. ഇത് പരലാണേ, ചൂണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊത്തുന്ന മീനാണ്. ഇത് നമുക്കിട്ട് ചൊട്ടാവള കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വലയും നമ്മളെ കിട്ടിയ മീൻ ഇതാണ് കേട്ടോ. ഇതിനെ കൊടുത്തിട്ട് കാണിക്കാവേ. കരിമീനെ കിട്ടിയായിരുന്നു കേട്ടോ നമുക്ക്. കരിമീനും കുറേ വലിയ ആരേനൊക്കെ ഉണ്ടേ. അതുകൊണ്ട് ആരേനെ ചാടിപ്പോകുന്നുണ്ടോ. ഇതുകൊണ്ടോ കിട്ടിയത് വെച്ച് ഏറ്റവും വലിയ ആരാനാണ്. എൻ്റെ സൈസ് കണ്ടോ, മലിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നോക്കിയേ, 1/2 കിലോ വെച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാത്തിനും കുടഞ്ഞിട്ട് വിശദമായിട്ട് കാണിച്ചു തരാവേ. ഇതുകൊണ്ടോ നമുക്ക് ഇത്ര മീനുകളാട്ടോ ഇന്ന് കിട്ടിയത്. ഇതുകൊണ്ട് ഇതൊക്കെ പൊതിഞ്ഞ് പിടിച്ചാണ് വരാൽ. അത് മീനെയും കടിച്ചു പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ. ആരാൻ്റെ സൈസ് കിട്ടിയത് വെച്ച് ഏറ്റവും വലിയ ആരാൻ ഇതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ അടുത്ത ആരാൻ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള മീനെ കിട്ടിയേ. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാവേ.